4 ടയേഴ്സും ഒന്നിച്ച് ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. അതായത് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് 4 ടയറും ഒന്നിച്ച് ലോക്കായി പോയി അല്ലെങ്കിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം സെൻസ് ചെയ്യുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യമാണ് ഞാനിവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് വാഹനം അതിവേഗത്തിൽ അല്ലെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ പോയി സഡനായിട്ട് ബ്രേക്ക് പിടിച്ച സമയത്ത് ബ്രേക്ക് കിട്ടാതെ പോകുന്നു. ഇത് നിങ്ങളുടെ വാഹനത്തിനും സംഭവിക്കാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എപ്പോൾ കൂടുന്നു അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷനിലാണ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത്. വാഹനത്തിൽ എന്താണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്രേക്ക് അപ്ലൈ ചെയ്ത് വാഹനം നിർത്താൻ വേണ്ടി എടുക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അത്രയും കൂടെ മുമ്പോട്ട് വാഹനം പോകുന്നതായിരിക്കും. ABS ഉണ്ട്, EBD ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയുമോ? ഇതൊരു വലിയൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം എങ്ങനെയാണ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത്? ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടാൻ ഒരുപാട് കാരണങ്ങൾ നമ്മുടെ വാഹനത്തിൽ തന്നെയുണ്ട്. അതായത് നമ്മുടെ വാഹനത്തിൽ സിംഗിളായിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറയും. ആളെണ്ണം കൂടുകയാണെങ്കിൽ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും. അതെങ്ങനെയാണ് ഈ പറഞ്ഞൊരു കാര്യം സംഭവിക്കുന്നത്? ആളെണ്ണം കൂടുതലാണെങ്കിൽ ബ്രേക്കിൻ്റെ എഫിഷ്യൻസിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? 100% ലോഡ് കൂടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വാഹനത്തിൽ ലോഡ് കൂടുകയാണ്. നമ്മളൊരു ചെറിയ കല്ലെറിയുന്നതും കുറച്ച് വെയിറ്റുള്ളൊരു കല്ലെറിയുന്നതും രണ്ടും ചെന്ന് എത്തുന്ന ദൂരം വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വാഹനത്തിലും സംഭവിക്കുന്നത്. അതായത് വാഹനത്തിനകത്ത് 5 പേരുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ആ ഒരു ഫോഴ്സ് മൊത്തം അല്ലെങ്കിൽ ആ ഒരു ലോഡ് മൊത്തം നിർത്താൻ വേണ്ടിയിട്ട് ഈ 4 ബ്രേക്ക് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു കാറിൻ്റെ മാത്രമാണ് പറയുന്നത്, അതുകൊണ്ടാണ് 4 ബ്രേക്ക് എന്ന് എടുത്ത് പറഞ്ഞതിൻ്റെ കാര്യം. അപ്പം ഈ ഒരു സംഗതി എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമൽ റോഡിൽ, അതായത് ഒരു നോർമൽ ടാർ റോഡിൽ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണല്ലോ ഞാൻ ഈ പറഞ്ഞതുപോലെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കുറച്ച് കൂടുമെങ്കിലും നമ്മൾ സേഫ് ആയിരിക്കും. ABS എന്ന് പറയുന്നൊരു ഫംഗ്ഷനും വർക്ക് ചെയ്യും. ഏതെങ്കിലും ടയർ സ്കിഡ് ആകുമോ, ഒന്നിൽ കൂടുതൽ ടയറോ ഒരു ടയറോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ടയർ സ്കിഡായാൽ പോലും വാഹനത്തിൻ്റെ ABS വർക്ക് ചെയ്യും. അതേ സ്ഥാനത്ത് മഴയുള്ള സമയത്താണെങ്കിലോ, അതായത് ഫ്ലഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും മഴയുള്ളൊരു സമയത്ത് നമ്മുടെ റോഡുകളിൽ, അത് ഏത് റോഡും ആയിക്കോട്ടെ, റോഡിൽ ട്രാക്ഷൻ വളരെ കുറവായിരിക്കും. ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പിടുത്തം വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല രീതിക്ക് നമുക്ക് പിടുത്തം അല്ലെങ്കിൽ ട്രാക്ഷൻ കിട്ടുന്നതാണ്. പക്ഷേ ഈ റോഡിൻ്റെ പുറത്തൊരു വെള്ളം ഫിലിം പോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ അതിൻ്റെ പുറത്തൂടെ തെന്നിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ പറയും അന്നേരം എൻ്റെ വാഹനത്തിന് ABS ഉണ്ട്, EBD ഉണ്ട്, എന്ത് സംഗതി ഉണ്ടെങ്കിലും 4 ടയേഴ്സും ഒന്നിച്ച് ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ തീർന്നു. അതായത് സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് 4 ടയറും ഒന്നിച്ച് ലോക്കായി പോയി അല്ലെങ്കിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഹനം സെൻസ് ചെയ്യുന്നത് വാഹനത്തിന് മോഷൻ ഇല്ല അല്ലെങ്കിൽ അനക്കമില്ല അല്ലെങ്കിൽ ഓടുന്നില്ല എന്ന് സെൻസ് ചെയ്തുകൊണ്ട് ABSൻ്റെ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യില്ല. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ വാഹനത്തിന് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം, അത്യാവശ്യം നിങ്ങൾ നല്ല സ്പീഡിലാണ് പോകുന്നതെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. സഡൻ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു സെക്കൻഡ് നിങ്ങളുടെ മനസ്സിൽ ഇത് വരികയാണെങ്കിൽ, അതായത് ഒന്ന് ബ്രേക്ക് എടുത്ത് ചവിട്ടുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ABS വർക്ക് ചെയ്യുന്നതായിരിക്കും, വാഹനം സേഫ് ആയിരിക്കും. ഈ പറയുന്ന പോലെ പ്രോപ്പറായിട്ട് ബ്രേക്കിംഗ് നടക്കുകയും ചെയ്യും. ഡിസ്റ്റൻസ് കുറച്ച് ട്രാവൽ ചെയ്യുമെങ്കിൽ പോലും ബ്രേക്കിംഗ് നടക്കും. പക്ഷേ ആ ഒരു പാനിക് സിറ്റുവേഷനിൽ ആരും ഇത് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. എൻ്റെ വാഹനത്തിന് ABS ഇല്ലാത്ത വാഹനമാണ്. ഞാൻ ഇതേ സെയിം രീതി ഒരു വളവ് തിരിയുന്ന സമയത്ത്, അതായത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു ഹൈ റേഞ്ച് പോയച്ചും വരുന്ന സമയത്ത് എനിക്ക് സെയിം എക്സ്പീരിയൻസ് ഉണ്ടായി. ബ്രേക്ക് സഡൻ അപ്ലൈ ചെയ്തു, വാഹനത്തിൽ 4 പേരുണ്ടായിരുന്നു, വാഹനം ഒന്ന് തെന്നി, കാരണം നല്ലൊരു വളവായിരുന്നു. എന്തോ ഒരു ഗുരുത്വത്തിന്, കാരണം ഇത് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ തോന്നത്തില്ല. പക്ഷേ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബ്രേക്കിൽ നിന്ന് ഒന്ന് കാലെടുത്ത് ഒന്നുകൂടെ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ഈ നടക്കുന്ന പരിപാടി പണ്ട് ABS വരുന്നതിന് മുമ്പ് സാധാരണക്കാർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വാഹനം നീണ്ടു പോകത്തില്ല. അതായത് കുറേ കൂടെ മുമ്പിലോട്ട് അല്ലെങ്കിൽ സ്കിഡ് ചെയ്ത് പോകത്തില്ല, സ്കിഡിങ് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെ വാഹനം സ്കിഡിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആക്സിഡൻറ്റ് തടയാൻ സാധിക്കും. ഇതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ കണ്ടീഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക. ലിമിറ്റിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വെയർ ലിമിറ്റ് ഉണ്ട്, വെയർ ലിമിറ്റ് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ മാറി വിടുക. 5 വർഷം ഒരു മാക്സിമം കാലാവധിയാണ്. 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടയർ മാറി വിട്ടോണം. കാരണം ടയറിന് ത്രെഡ് ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും 5 വർഷമാണ് അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും റീപ്ലേസ് ചെയ്ത് വിട്ടോണം. വലിയ വലിയ കമ്പനീസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, 5 വർഷമാണ് അതിൻ്റെ വാറണ്ടി പീരീഡ് കൊടുക്കുന്നത്. കാരണം ആ ഒരു ടൈം വരെ ഉള്ളൂ അതിന് വാറണ്ടി കിട്ടുള്ളൂ. ഈ ഒരു ടൈം വരെ കൊടുക്കാൻ കാര്യം ഒരു 5 വർഷം കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് സേഫ്റ്റി ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് ലോങ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയർ ഒന്ന് ശ്രദ്ധിക്കുക. ടയർ
ടയർ മോശമാണെങ്കിൽ മാറിവിടുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് സഡൻ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം നല്ല മഴയത്തൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ സഡൻ ബ്രേക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്.